ഇത്ര മധുരിക്കുമോ പ്രേമം, ഇത്ര കുളിരേകുമോ, ഇതുവരെ ചൂടാത്ത പുളകങ്ങൾ, ഇതളിട്ടു വിരിയുന്ന സ്വപ്നങ്ങൾ, ഇത്ര മധുരിക്കുമോ പ്രേമം, ഇത്ര കുളിരേകുമോ. പ്രേമിക്കാനൊന്നും അല്ല ഞാൻ വന്നത്, പാട്ടത് പാടിയെന്നേ ഉള്ളൂ. വേറൊരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഇത് ഈ പാർക്ക് കണ്ടില്ലേ, ഞാൻ കാണിച്ചത്. ഈ പാർക്കിലാണല്ലോ ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ഇപ്പം നോക്കിയേ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പുറത്തോട്ട് മാറിയാണ്ട് ഒരാളെ വേണ്ടി ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു, വേറെ ആരുമില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ചിലരൊക്കെ വന്ന് ചോദിക്കാറുണ്ട് ഇത് എനിക്ക് എഴുതി തന്നതാണെന്ന്. ഇത് ഗവൺമെൻറ്റിൻ്റെ പാർക്കാണ്, ഇത് എനിക്ക് എഴുതി തന്നതാണെന്ന് ചിലരൊക്കെ ചോദിക്കാറ്. ചുമ്മാ തമാശയ്ക്ക് ചോദിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സ്വന്തം പാർക്ക് പോലെയാണ് നമുക്കിവിടെ. കണ്ടില്ലേ ആരുമില്ല, ഇവിടെ കിടന്ന് ഇങ്ങനെ അർമാദിക്കാൻ വേണ്ടിയുള്ളൊരു സ്ഥലമാണ് നമ്മൾ. കണ്ടേ നോക്ക്, ഇവിടെ ഒറ്റ മനുഷ്യരില്ല. കണ്ട, ഇതൊക്കെ ഞാൻ മൊത്തം കറക്കി കാണിക്കാം. കണ്ടില്ലേ നോക്ക്, കണ്ടില്ലേ ഇവിടെ ഒറ്റ മനുഷ്യരില്ല. നോക്ക്, ഇതാണ് പാർക്ക്. കണ്ട, ഒറ്റ മനുഷ്യരില്ല. രണ്ട് കൂടാരമൊക്കെ പണിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇരിക്കാൻ. ഇവിടെയൊക്കെ വന്ന് മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ അടി കയറിയിരിക്കാം. അപ്പം പാർക്ക് മുതലാളി എന്ന് ചിലർ വന്ന് പറയാനെടുത്ത്. അതായത് ഞാൻ അവിടെ ആ ഒരു ബെഞ്ചുണ്ട്, ഇവിടെ കുറേ ബെഞ്ചുണ്ട്. ഇവിടെയൊക്കെ കുറേ ബെഞ്ച് കിടപ്പുണ്ട്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കും ഞാൻ. ഇത് കണ്ടില്ലേ. അപ്പം നമുക്ക് വേണ്ടി മാത്രം പണിഞ്ഞിട്ടിരിക്കുന്ന പാർക്ക് പോലെ നമ്മളിവിടെ. എന്താ രസം. കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കുറേ മേലിൽ നിന്നൊക്കെ മുറിച്ച് മാറ്റി ഇപ്പം കണ്ടില്ലേ. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരുമില്ല. ക്രിക്കറ്റ് കളിക്കാനല്ല, മറ്റേ ഫുട്ബോൾ കളിക്കാനുള്ള സ്റ്റേഡിയം. പിന്നെ ഇതൊരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ആയിരുന്നു, വെള്ളമൊക്കെ കേടായിപ്പോയി. പിന്നെ അപ്പോൾ ഇതാണ്. അപ്പോൾ കണ്ടില്ലേ പാർക്ക് എങ്ങനെയുണ്ട്, കൊള്ളാമോ പാർക്ക്? ഇവിടെ ആരുമില്ല. ആരെങ്കിലുമൊക്കെ പോരുന്നോ പാർക്കിലേക്ക്? ഇങ്ങനെ ഇവിടെ നമുക്ക് എന്തോ മറ്റേ ഇതിനകത്ത് പറയുന്നവർക്ക് എന്താ ടെക്നോ പാർക്കിലാണ് ജോലി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഞാനും കൂടെ വരട്ടെ ആ പാർക്കിൽ എന്ന് പറഞ്ഞാൽ പോരുന്നു പാർക്കിലേക്ക്. എന്താ രസം, നല്ല കാറ്റും, എന്താ ഭംഗി. അതിനിടയ്ക്ക് വേറൊരു കാര്യം മറന്നുപോയി. എന്താ അറിയാമോ, ഇന്നലത്തെ ആ ഒരു മറ്റേ ഈന്തപ്പനയുടെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കിനും എല്ലാവരും ചോദിച്ചു തൈമരമാണെന്ന് ചോദിച്ചാൽ. തൈമരമായിരുന്നത് അത് ഞാൻ നല്ലപോലെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ കണ്ടേ വേറൊരു കാര്യം കാണിച്ചു തരാം. വലിയ മരത്തിലാണ് ഉള്ളത്. ഇത് കണ്ടില്ലേ, വലിയ മരത്തിലാണ്. പക്ഷെ അതങ്ങ് ഒരുപാടുണ്ട്, നമുക്കത് അതങ്ങ് കാണാൻ പറ്റുന്നില്ല. പൊക്കത്തിലായ കാരണം കാണാൻ പറ്റുന്നില്ല. തൈമരത്തിലെ കാണിച്ചു തരാം. കണ്ടോ, തൈമരത്തിലെ കാണുന്നത്. ഇതൊക്കെ ഒരു ചെറിയ തൈമരം വളർന്നു വരുന്നത്. ഇതിനകത്തൊക്കെ 2-3 വർഷം കഴിയുമ്പോൾ അതൊക്കെ കായ്ക്കും. തൈമരം കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതാണ് തൈമരം. നമ്മുടെ നാട്ടിലെ ഈ ചെറിയ തെങ്ങും തൈ നിൽക്കുന്നുണ്ട്. അതാണ്, അതിനകത്താണ് ഈ പിടിച്ച് കിടക്കുന്നത്. കണ്ട, ചെറിയ തൈമരമാണ്. വേറൊരു തൈമരം ഇപ്പുറത്ത് നിൽപ്പുണ്ട്. അതിനകത്ത് കൊല വന്ന്, പക്ഷേ അത് ഉണങ്ങിപ്പോയി. അടുത്ത വർഷം കായ്ക്കുള്ളൂ നല്ലത്. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇത് തൈമരമാണിത്. ഇങ്ങനെ മൂടി മറഞ്ഞിരിക്കുമോ, കണ്ടോ, നിറച്ച് കായാണിത്. എങ്ങനെ പോലെ ഒരു 300-400 കിലോ കാ വരും ഇതിനകത്ത്. മനസ്സിലായില്ലേ, ഈ ഒരു ചെറിയ തൈമരത്തിൽ. എന്താണെന്നറിയാമോ, നമ്മുടെ സ്വന്തം പറമ്പ് പോലെ നമുക്കിത്. എങ്ങനെ പോലെ ഒരു 300 കിലോ കാണും ഇതിനകത്ത്. നോക്കിയാൽ ഇവിടെ മൊത്തം ഇതാണ് അല്ലേ. അതുകൊണ്ട് മേളിൽ നിന്ന് ഇങ്ങനെ താഴെ കിടക്കുവാണ്ടല്ലേ. ഇതിന് താങ്ങാൻ പറ്റുന്ന ഒരു പരുവത്തിന് തന്നെ നിൽക്കുന്നത്. കാര്യം അത്ര ഉറപ്പുണ്ട് ചോട്. അതുകൊണ്ട് 300 കിലോ ഒക്കെ താങ്ങിക്കുള്ളൂ, അത് കുഴപ്പമില്ല. കാർമേഘ വർണ്ണൻ്റെ മാറിൽ മാലകൾ ഗോപികമാർ, പൂമാലകൾ കാമിനിമാർ, കൺകളിൽ കൂകിടും വെണ്ണില മൂടവൻ വിധുമരുന്നേ, വെണ്ണകമരുന്നേ. കാർമേഘ വർണ്ണൻ്റെ മാറിൽ മാലകൾ ഗോപികമാർ, പൂമാലകൾ കാമിനിമാർ. അപ്പോൾ കണ്ടില്ലേ ഈന്തപ്പഴം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ, ഒരു സൂപ്പർ വീഡിയോ, ഒരു കഥയുണ്ട്. കഥയല്ല, സംഭവം നടന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ മീൻ ചൂണ്ടയിടാൻ വേണ്ടി പോയപ്പോഴത്തേനും ഒരു സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഏതായാലും ഇതുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ബൈ. കൊള്ളാം, എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ, അടിപൊളിയല്ലേ പാർക്കും ഇവിടുത്തെ വിശേഷങ്ങളും പിന്നെ ഞാനും. ഓക്കെ, ബൈ, സീ യു.